എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നല്ല വെറൈറ്റി രുചിയിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുക. ചിക്കനിൽ നല്ല രീതിയിൽ നാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേരത്തക്ക വിധത്തിൽ നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇനി വേണ്ടത് 2 സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് നടുകീറിയത്, കുറച്ച് കറിവേപ്പില, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു 2 ടീസ്പൂൺ അളവിൽ വേണം. ഇനി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഗ്രാമ്പു 2 എണ്ണം, പട്ട, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത് 3ഉം നമുക്ക് ഈ ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് ചെറുതായി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് ഒതുക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം സൈഡിലിട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ചൂടാക്കി എടുക്കുക. അത് നല്ലവണ്ണം ചൂടായി വന്നാൽ നമുക്ക് ഇത് സവാളയും കൂടി മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് മസാല നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് മിക്സ് ആവണം. ആ വിധത്തിൽ നന്നായി യോജിപ്പിക്കുക. ഇനി ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ആ തക്കാളി ഈ ചിക്കൻ്റെ മീതേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാത്രം അടച്ചു വെച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ പാത്രം ഒന്ന് തുറന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഈ ചിക്കനിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ചിക്കനിൽ നിന്ന് വന്ന വെള്ളം തന്നെയാണ്. ഇത്രയും വെള്ളം തന്നെ മതിയാവും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരാനായിട്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി നമ്മുടെ ഉരുളി നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവിക്കുക. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഈ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് വറ്റണ വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതേപോലെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഈ ചിക്കൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ചിക്കൻ പൊട്ടി പോകാതെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് നമ്മുടെ ഇളക്കലൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഈ ചിക്കൻ വരട്ടുക. ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു 2 മിനിറ്റ് ഇത് അനക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വീണ്ടും കുക്ക് ചെയ്യാം.
അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ചിക്കൻ്റെ കളറ് മാറണ വരെയും നമ്മുടെ ഇതിലെ വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണ വരെയും നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെളിച്ചെണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ്റെ കളറ് മൊത്തത്തിൽ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ്. ഈ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 2 മിനിറ്റ് കൂടി ചിക്കനും തേങ്ങാക്കൊത്തും മസാലകളും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്